ഭയങ്കര നാണം കുണി. നാണമൊന്നുമില്ലല്ലേ, ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കര നാണമാണ്. കറുപ്പൊക്കെ ഇട്ട് മാളി പോവാ വന്നേക്ക് പോടാ. ഞാൻ അല്ലെങ്കിൽ കറുപ്പ് ഇടും. എന്നോട്ട് ഇന്നലെ ഇന്ന് ഭയങ്കര നാണം നിനക്ക്. ഇന്ന് ഭയങ്കര നാണം കൂടി പോയിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നെടുമങ്ങാട് പോകണമെന്ന്. എടാ നെടുമങ്ങാട് ചെന്നപ്പോ അങ്ങേര് പറഞ്ഞു ആ പൊന്മുടി പോവാൻ. ചേട്ടൻ ഞാൻ വഴിക്ക് എന്റെ ചതിയനാണ് ചതിയൻ. ഓ നിന്നെ ഞാൻ വിളിച്ചല്ലോ, നീ എവിടെ പോണെന്ന് പറഞ്ഞേ? കൺസൾട്ടിങ്ങാ? ആരെയും കൺസൾട്ട് ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയും. കൺസൾട്ട് ചെയ്യാനാണ് പോയെന്ന് പറഞ്ഞു. ആരെ കൺസൾട്ട് ചെയ്യാനുണ്ടോ? നീ കയറി നോക്കണം. നമ്മളെ ഫേമസ് അല്ലല്ലോ ബ്രോ, അതുകൊണ്ട് നമ്മളെ വ്ളോഗൊന്നും കാണുന്നില്ല. എനിക്കിതുവരെ വന്നില്ല നോട്ടിഫിക്കേഷൻ ഒന്നും. നീ അതിന് സബ്സ്ക്രൈബ് ചെയ്താ? സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തല്ലേന്ന് ഇപ്പൊ നോക്കട്ടെ. ഓപ്പൺ ഹൈമറ ഇത് ഞാൻ കണ്ടില്ല ഈ പടം, പക്ഷെ നല്ല പടമെന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എന്ത് പേരെന്തായിരുന്നു? ജ്യോതിഷ് ഹിയർ. ജ്യോതിഷ് നൂറേക്ക് പറഞ്ഞു. നൂറയില്ല, ജ്യോതിഷ് വേദോ. നിന്നെ കാണായിരുന്നല്ലേ. നീ ഏത് ജ്യോത്സ്യനെ നോക്കണം? ജ്യോതിഷം അല്ല, ജ്യോതിഷ് ഹിയർ. ഹിറല്ല ഹിയർ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാനില്ല നിന്റെ ഏരിയ. ഇതാണ് നമ്മളെ കോഡ്. അതെ, ഞാൻ ഒരു സാധനം എടുത്ത് വെച്ചത് നീ കണ്ടായിരുന്ന? വിചാരിച്ചാണ് ഞാൻ നാടിനെ കൊണ്ട് ഇടാത്തതാണ്. എന്തെങ്കിലും എടുത്ത് വെച്ച ഇത് നമ്മളിക്കണേണ. അല്ലായിട്ട് ഞാൻ ഒന്നും കട്ട് ചെയ്തൊന്നും ഇല്ല. 56 മിനിറ്റാ ഒരു സിനിമയാണ് എടുത്ത് വെച്ചേക്കോ. അല്ല ഞാൻ ഇതെടുത്ത് വെച്ചേക്കായിരുന്നു നിന്നെ നിന്ന് നാട്ടിക്കാൻ വേണ്ടി. പക്ഷെ ഇതില് ഞാൻ നാളെ മേടിച്ചാണ്. ഒരു എഡിറ്ററാണ്, പക്ഷെ കഴിവ് പുറത്തെടുക്കാൻ വയ്യ. നിനക്ക് ഞാൻ 30 രൂപ വെച്ച് തരാം. 30,000? വെറും 30 രൂപ. തുടക്ക സമയമുണ്ട്, ഭാവിയിൽ നമുക്ക് കൂട്ടാം. ഇത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചാണ്. എന്തൊരു എഡിറ്റ് ചെയ്താ നീ അതില്? ചെയ്തില്ല, ഞാൻ സ്ലോ മോഷൻ ഇട്ട് മറ്റേ വേറെ ഞാൻ ചെയ്താന്ന് വിചാരിച്ചാണ്. അയ്യേ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ വിനീത് ശ്രീനിവാസന്റെ. ഒരു പുതിയ പടം ഉണ്ടല്ലോ. കല്യാണം എന്തൊരു ആവശ്യമുണ്ടല്ലോ. ഇപ്പൊ ഒരു പടം ഇറങ്ങി അവന്റെ, എന്തൊരു ഒരു കല്യാണത്തിന്റെ സംഭവം. മറ്റേ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമഡി. ബാബു ആന്റണി. അത് തന്നെ. എന്തൊരു ഒരു ഇതുണ്ട് അതിലൊരു ടെസ്റ്റ് ഉണ്ടോ? അത് നീ ചെയ്ത് വെക്കണം, നല്ലതാണ്. മറ്റേ എല്ലാ യെസ് ഒന്നേ നിനക്ക് കൊടുക്കാൻ പറ്റുമോ? ഹാവ് യു ഇൻ ലവ് വിത്ത് യുവർ ഓപ്പോസിറ്റ് ജെൻഡർ? ഓപ്പോസിറ്റ് ജെൻഡർ ആണ്. യെസ് ഗൈസ് അല്ല, ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ചോദിച്ചത്. ഓപ്പോസിറ്റ്. നീ എപ്പോ പ്രേമത്തിലായി? ഞാൻ പ്രണയിക്കുന്നുണ്ടല്ലോ. നീ പ്രണയിക്കുന്നല്ല, നീ എപ്പോ പ്രേമത്തിലായി? ഞാൻ പ്രണയിക്കുന്നുണ്ടാ. ഞാൻ കിട്ടുന്നില്ല. അവരിറങ്ങിയില്ലേ? നീ അതിട്ട് ഇറങ്ങുന്നോണ്ടിരിക്കും മിക്കവാറും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന്റെ ചേച്ചി അമ്മയും കൊണ്ട് മാളി പോവുക. എന്താ പവർ സേവിങ് ബോട്ടിൽ വന്നു ഓണാ. നിന്നെ എന്നടാ വിളിക്കാണ്ട് പോയത് നമ്മള്? ആ കോവലി പോയ നെയ്യാറ്റിൻകര. അഴുക്ക വിഷങ്ങളാണ്, വിഷപ്പട്ടി. ഞാനാണല്ലേ ഇതിന്റെ പണ്ണ് പറഞ്ഞാണ്. ഞാനിത് പണ്ണല്ല, പുണ്ണ്. മെഡിക്കൽ കോളേജിൽ വെള്ളം കൊടുക്കാൻ. മെഡിക്കൽ കോളേജിൽ എന്താ പരിപാടി ഉണ്ടാ? അതാണ് അവിടെ പോയത്. അവിടത്തെ മറ്റേ അരിച്ചേട്ടൻ എന്നെ രാവിലെ വിളിച്ചിരുന്നു. അങ്ങേര് അവിടെ എന്തോ ആവശ്യമായിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൂടെയുള്ള കൂട്ടുകാരന്റെ ആരും അവിടെ പഠിക്കണുണ്ട്. ചേച്ചി ഏതോ പെണ്ണ്. അപ്പൊ അവിടെ പരിപാടി ഉണ്ടെന്ന് നന്ദു കയറി അവിടെ ചതിയനാണ്. നന്ദു കറങ്ങാൻ വയ്യ. ഞാൻ സ്ലോ മോഷൻ നടക്കണേ. ഇങ്ങനെ സ്ലോ മോഷൻ ചാണകം കെട്ടി നടക്കും.
കറുപ്പും ഒക്കെ ഇട്ട് മാർക്കോ ഫാനാണ്, മാർക്കോ അഡിക്റ്റാണ്. അപ്പം എന്തായാലും മാളിൽ പോകണം, മാളിൽ പോയിട്ട് വെറുതെ നടക്കണം. പിന്നെ ഇവനെ ഇന്ന് വണ്ടി ഓട്ടിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് നല്ലത് വല്ലതും ആണെങ്കിൽ വണ്ടി ഓട്ടിക്കണം പഠിപ്പിക്കണം എടുക്കുക, ഇല്ലെങ്കിൽ എന്തൊരു പടം ഉണ്ണി മൂന്ന് എന്തിനാ കളഞ്ഞിട്ട് പോയത്. ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ആദ്യം അഭിനയിക്കരുത് ഒപ്പീനിയനായിരുന്നു. അപ്പം അഭിനയിച്ചപ്പോഴും ഇത്രയും അത് മാത്രം കോമൺ സെൻസ് ഇല്ലാത്തവന്മാരല്ലേ ഇതൊക്കെ പറയണം. പടത്തിന്റെ പടമായിട്ട് കാണാത്തവന്മാരല്ലേ ഇത് പറയണം. ഞാൻ ചോദിക്കുന്നത് കോമൺ സെൻസ് ഇല്ലേ? ഈ പടം എടുക്കാൻ സ്ക്രിപ്റ്റ് എടുക്കാൻ പറഞ്ഞു, വായിച്ചു നോക്കാതെ എടുക്കണം. എടാ അതല്ലടാ, സ്ക്രിപ്റ്റ് എടുത്ത് അവൻ ചെയ്ത്, പക്ഷെ ഭയങ്കരമായിട്ട് പ്രതീക്ഷ. മാർക്ക് 2 എന്നുള്ള സാധനം ഇല്ലേ, എനിക്ക് ഒന്നത് മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സുണ്ടല്ല. മറ്റേ കാട്ടാളം പുതിയ അവൻ പ്രൊഡ്യൂസ് ചെയ്യണ കാട്ടാളം പറഞ്ഞു. കാട്ടാളം മറ്റേ ഇവനെ പെപ്പയുണ്ട്, ഹനാൻഷായ ഉണ്ട്, മറ്റേ മാർക്കോല്ല വില്ലൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ലോട്ട് മാർക്കുമായിട്ട് ആരും അറിയുന്നത്. അപ്പൊ 13 യാഷ് എന്നല്ലേ പറയണത്, കൺഫേം ആയെന്നാണ് പറയണത്. അല്ല കൺഫേം ആയെന്നൊരു ന്യൂസ് കവർ ചെയ്തേക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫുൾ. പടമേ ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു പടം എന്ന് പറയണത് പൊതുവെ ഒരു പാട്ടായിട്ടാണ് ഞാൻ 2.5 മണിക്കൂറുള്ള പാട്ട് മാർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ പടം ഇനി ഇറങ്ങിയ അടിപൊളി. ഉണ്ണി മുന്തം പൊളിയായിരുന്നു കേട്ടോ. അതില് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണി മുന്തം വന്നിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. എന്ത് വേണേ വാങ്ങിച്ചു കൊടുക്കാം, ഒന്ന് അഭിനയിച്ച് താങ്ങി തരുമോ. ഇനിയിപ്പോ എന്തായാലും എടുക്കൂലെന്നല്ലേ പറഞ്ഞ. പടം വരും, പടങ്ങൾ വരും, അതിലില്ലെന്നല്ലേ പറയണ. ലാശാണെങ്കിൽ സങ്കടമൊന്നും ഇല്ല. പക്ഷെ മാർക്കോ നമുക്കൊരു ഇപ്പൊ നമ്മളെന്താ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ എത്ര ഇഷ്ടമുള്ള ആളായാലും അത് ചെയ്യുമ്പം അസുഖം കിട്ടൂല. ഇത്രയും ഇമോഷണൽ ആണോ എനിക്ക് എത്ര ഇഷ്ടപ്പെടുക പടത്തിന്റെ പടമായി കാണും ബ്രോ. ഞാൻ പടം കാണാൻ വേണ്ടി ACC പാസ്സായെന്ന് വേണേ പറയാം. ACCയുടെ BT എക്സാമിന്റെ അന്ന് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ആലോചിച്ചിടും, നിനക്ക് മാർക്ക് കാണണോ, നീ പാസ്സാവണം. എനിക്ക് അപ്പോ ഒരു അടിനാലും കയറി കേട്ടാ. അതിൽ എഴുതും, അതിലപ്പുറത്തെ പേപ്പർ നോക്കി കോപ്പി അടിച്ച് അവിടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ അല്ലേ, ലാപ്പ് നേരത്തെ നോക്കി വെച്ചിരുന്നു. ഓടാ മാറി ജെമിനി ഇതിന്റെ ആൻസർ എന്തായാലും ക്യാമറ അല്ലേ ജെമിനിയാണ് ഇവനെ പരീക്ഷ ചെയ്തത്. പക്ഷെ ഞാൻ ജയിച്ചതിന്റെ ആ ദിവസം വൈകുന്നേരം പോയി സിനിമ കണ്ടു. നമ്മളെ വിളിക്കൂല, അതേപോലെ നമ്മളെ വിളിക്കൂല, ചില പടങ്ങൾ നമ്മളെ വിളിക്കൂല, നമ്മളെ വിളിക്കൂല, നമ്മളെ വിളിക്കൂല, നമ്മളെ വിളിക്കൂല. ഡീമൻ സ്ലെയർ ഞാൻ നിന്നെ വിളിക്കാം. 500 ടിക്കറ്റ് നീ വരൂ. നീടോല്ല ഇവിടെ ഖജനാവ് തുറന്നു വെച്ചില്ലേ, നീ എവിടെയല്ലേ പോക്കത്തല്ലേ, മുകളിലാണല്ലേ. കറക്റ്റ് കിട്ടുന്നുണ്ട് മണ്ടേരോട്ട് കിട്ടുന്നുണ്ട്. കിട്ടല്ലേടാ, പക്ഷെ കിട്ടിയിരുന്നില്ല. നീ നോക്കി കിട്ടുന്നുണ്ടാ? ഓ നിന്നെ ഇവിടെ കാണാലോ, ഞാൻ പറഞ്ഞല്ല ആകാശത്തൊക്കെയാണെന്നോ. ശരിയാണ്. അപ്പൊ ഗൈസ് പിന്നെ വരാം. ജിയുടെ കാർ, നമ്മുടെ കാർ, അവന്റെ കാർ, നമ്മുടെ കാർ. കടയിലെ സാധനം ഇവിടെ വെച്ചാ ഇത് നന്ദുവിൻ്റെ മാമൻ്റെ കടയിൽ വന്ന ചടനം. പൊട്ടി നല്ല രസമായിരിക്കും, ഫുള്ള് ബൾബാ. എന്തെല്ലാം പിടിക്കും, 22 വോൾട്ടിൻ്റെ ബൾബ്. അപ്പോൾ ഇതാണ് നന്ദുജിയുടെ വണ്ടി. ഇതിൽ നിന്ന് നേരെ മാളിൽ പോകുന്നു, മാളിൽ നിന്ന് നേരെ ഒരിടത്തും പോകുന്നില്ല. പടത്തിന്റെ കാര്യം എത്രയാണെന്നറിയാമോ? இந்த பக்கோடி ഹൊണ്ണട്ടെ പട്ടെ സ്കിബിഡി കളിക്കണം. സ്കിബിഡി നോ ബാഡ് വേർഡ്സ്. ഞാൻ കട്ട് ചെയ്യില്ല, നീക്ക് നിന്നെയൊക്കെ ഞാൻ എക്സ്പോസ് ചെയ്യും. സെക്കൻഡ് അങ്ങേര് കയറട്ട്, അങ്ങേരെ കയറ്റി പകുതി കൊണ്ട് വെച്ചേക്കും.
പയ്യെ പയ്യെ സ്ലോലി അറിയാതെ. അന്നിട്ട് അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു ഫോൺ ഹോൾഡർ വയ്ക്കണം കേട്ടാ. എനിക്ക് വ്ളോഗ് എടുക്കാൻ ഇവിടെ ഒരു ഫോൺ ഹോൾഡർ വെച്ചാൽ പറയാം. ആ കട്ട നീ മര്യാദയ്ക്ക് പോയിരുന്നെങ്കിൽ വീടില്ലായിരുന്നു. കറക്റ്റ് ഓടിച്ച് കട്ടർ ഇട്ടേക്കും. മുടി വെട്ടാൻ വെച്ച 200 രൂപ എടുത്ത് വണ്ടി ഓടിച്ചു ഇന്ധനം അടിച്ചാണ് ആ വണ്ടി ഓട്ടിക്കണം. ഇഷ്ടപ്പാട് വണ്ടി ഓട്ടിച്ച് പഠിക്കണമെന്നുള്ളത് കൊണ്ടുള്ള ഈ നടുക്ക് പിടിച്ചു പോകും. ഇങ്ങനത്തെ ഇറക്കല്ലേ കൂടുതലും. ഒരിക്കലും വണ്ടി ഈ സൈഡ് ചേർന്ന് പോവല്ലേ. പയ്യെ ചോട്ട്. നീ എവിടെ പോണ? അങ്ങോട്ട് പോടാ. നിന്റെ മാമന്റെ ബാഗിൽ കയറി ഇരിക്കാൻ പോണ വണ്ടി കൊണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പൊ നീ ഈ ഒരു ഒടുപ്പ് വേണ്ട. ഈ ഒരു ഒടി ഓടിക്കുമ്പോ തന്നെ വണ്ടി പെട്ടെന്ന് ഓടി. ഇന്ന് ജിത്ത് പ്രോയാവും. നമ്മൾ പ്രോ മാക്സ് ആക്കരുത്. ഞാൻ എന്തിന് കൈയെടുത്ത് മാറ്റണം? ഇങ്ങനെയൊന്നും എടുക്കല്ലേ. കൈ ഇങ്ങനെ ഗിയർ മാറുമ്പോ ഈ കൈ ഇങ്ങനെ വെച്ച് തട്ടിയിടണം. പാഡ് ഇടുമ്പോ ഇവിടെന്ന് ഓട്ടോടി ഇവിടെന്ന് കാലൂട്. പാഡ് ഇടുമ്പോ ഇങ്ങനെ കൂട്. മതിലല്ലേക്കുള്ള റോഡ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടല്ലേ. അത് പോവരുത്. അത് പോവാതെ വേണം എടുക്കാൻ. സെറ്റ് ആവുന്നു. പയ്യെ ബൈക്ക് മാമ ഫ്രണ്ട് ഇരുന്നേനാ. മകളെ മാമനെ ഇവിടെ അപ്പുറത്താക്കിട്ടാ. എന്തായാലും മക്കൾ എന്നെ കയറ്റില്ല. അപ്പുറത്തോട്ടൊന്ന് ഇറങ്ങിയേറിയെന്ന്. ഒരുമിച്ച് പോയിട്ട് വരാന്ന് പറയണ വൈബല്ലേ ഇതന്നെ വൈബ് തന്നെ. പുറത്തിട്ട് മതി ഓടിച്ചാ താക്കട്ടാ. എനിക്ക് ഫിഫ്ത്തിന് ഒരു ഐഡിയ കിട്ടല്ലടാ. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയ ഫിഫ്ത്തിന് ഒരു ഐഡിയ കിട്ടല്ലേ. ഫ്രണ്ട് കാണാൻ പറ്റില്ല. ഫ്രണ്ട് എന്നിട്ട് നീ കാണണം. നിന്നെ പിന്നെ എന്തൊരു ബാക്കാ കാണണം. നീ ഫ്രണ്ടിലല്ലേ കണ്ടോണ്ടിരിക്കണ. എടാ അതൊരു അളവുണ്ട്. ആ ഒരു ഊഹം വെച്ച് വേണം വണ്ടി നിർത്താൻ. ഇപ്പൊ വണ്ടിക്ക് ഇതൊക്കെ സൂക്ഷിച്ച് നീ വേണം ഓട്ടിക്കാൻ. അവരെ സൂക്ഷിക്കില്ല. അവരെ മൈൻഡിലെന്ന് പറഞ്ഞാൽ ഇത് നേരെയുള്ള റോഡ്, എനിക്ക് എങ്ങനെ വേണോ പോകാന്നുള്ളതാണ് അവരെ മൈൻഡ്. അവര് വേണേ കൊണ്ട് കുത്തി അവിടെ നിർത്തി തരും. നമ്മള് നോക്കി വേണോട്ടെ. ഇതോ ബക്കറ്റിരിക്കണ കൊണ്ട് ചവിട്ട്. സൈക്കിൾ പോകാൻ ചേടാ സെക്കൻഡ്. പോ പയ്യെ ബ്രേക്ക് കൊടുത്ത് പയ്യെ അങ്ങോട്ട് പിടിച്ച് പോട്ട് കാലുവിട്. ഇന്ന് നമ്മൾ ജിത്തിനെ പഠിപ്പിച്ച് വലിയൊരു ഡ്രൈവർ ആക്കുന്നതായിരിക്കും. വലിയൊരു ഡ്രൈവർ അല്ലേ ജിത്ത്? എനിക്കതാണ് ആഗ്രഹം. ഡ്രിഫ്റ്റ് ഒക്കെ അടിക്കണം. ഡ്രിഫ്റ്റ് അടിക്കണം ഈ പോക്കാണെങ്കിൽ. നീ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നീ ഇന്ന് ഡ്രിഫ്റ്റ് അടിക്കും. അവന്റെ ഒടിപ്പ് കണ്ടില്ല. ഇവിടെ ഹമ്പുണ്ടല്ലേ? ഓ ഹമ്പുണ്ട്. ഇതാ ഉണ്ട്. ഇങ്ങനെ കുത്തിച്ചാട്ടല്ലേ കേട്ടാ. ബാക്കിൽ നിന്ന് ചിലപ്പോ വണ്ടി നിന്നെ മുട്ടിച്ച് വരെയായിരിക്കും. നീ കുത്തിച്ചാട്ടം അവൻ കൊണ്ട് ഇടിച്ചിട്ട് പറയും നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് വേണമെങ്കിൽ അവൻ പറയും. അതാണ് കുഴപ്പം. ഇന്ന് ജിത്ത് പ്രോ ഡ്രൈവർ ആവും. ഏത് സൈഡിലോട്ട് നോക്കാം? ആ സൈഡിലോട്ട് നോക്കണം. അതിങ്ങനെ കണ്ണ് നമ്മൾ മറ്റേ കഥകൾ കളിക്കണം. ഇങ്ങനെ നോക്കണം. ഇങ്ങനെ 4 സൈഡിലും കണ്ണ് നോക്കണം. പിന്നെ മെയിനായിട്ട് അതൊന്നുമില്ല. തട്ടണമെങ്കിൽ വണ്ടിയിൽ ഓരോ കാണൂല്ലോ. പിന്നെ മെയിനായിട്ട് റിവേഴ്സ് എടുക്കാനാണ് പഠിക്കേണ്ട. ഗ്ലാസ്സിൽ നോക്കി റിവേഴ്സ് എടുക്കാൻ പഠിക്കണം. എപ്പോഴും തല വെളിയിട്ട് റിവേഴ്സ് എടുക്കാൻ പഠിക്കണം. ആ ബാങ്ക് അല്ല കണ്ടുവിടറേ പോടാ. തിന്നണം, എന്തെങ്കിലും തിന്നണം, ഉച്ഛ്വാസമയമായി തിന്നണം, വയറ് വിശക്കണ് തിന്നണം, വിശന്നിട്ട് ഭയങ്കര ഇതിനൊക്കെ ഒരാവശ്യത്തിന് വിളിച്ചോണ്ട് നമ്മളെ കൊണ്ടുപോകും തിന്നാനും. ഫുഡ് ഫുഡ് വാങ്ങിച്ചാടാ. നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണ ഗുരുദക്ഷിണ. ഞാൻ ഇതൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഞാൻ എന്റെ കോപ്പി എടുത്ത് നിന്റെ അച്ഛനും കൂടി അയച്ചു കൊടുക്കും. എന്റെ കൊച്ചിനെ വിളിക്കണ വിളിയുടെ ഈ
വണ്ടി എടുത്ത കണക്ക് കൊണ്ട് കൊടുക്കണമെന്ന് എനിക്കുണ്ട് കേട്ടോ. നീ ആയിട്ട് കഴിഞ്ഞാല് പോസ്റ്റ് മാമൈ സൈക്കിള് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കൂടുതൽ കൊണ്ട് തരരുത്. ഞാൻ വിളിച്ചിട്ട് പറയും ഞാൻ നിന്റെ അടുത്താണ് വണ്ടി എടുക്കാൻ വന്നത്, നിനക്കെന്തെങ്കിലും തന്നു. നീയേ അത് കൂടുതൽ അങ്ങോട്ട് വെട്ടിക്കണോണ്ടാണ്. നീ ഭയങ്കരമായിട്ട് അങ്ങോട്ടാണ് വെട്ടിക്കണം. നിന്റെ കൈ അങ്ങോട്ട് പോണില്ല. നീ ആ സൈഡ് ചേർക്കണ എന്തിനു? നീ നടുക്കൂടെ പോവും. ബ്രേക്ക് എന്നും പറഞ്ഞ് ആക്സിലേറ്റർ കൊടുക്കല്ലേ. അത് കാല് കൊടുക്കണ കാണുമ്പോ മനസ്സിലാവുമല്ലോ. ഒരു സേഫ്റ്റി മെഷറിന് ഇരിക്കട്ടെ. എടാ ഞാൻ പറഞ്ഞില്ലേ ഗിയർ മാറേണ്ടത്. നീ ഇവിടെ നമ്മളെ പിന്നെ അപ്പുറത്തോട്ട് പറഞ്ഞാലും കൂടി പറയുന്നത്. ഇത് ശംഖുവാ ബീച്ച്. എങ്ങോട്ട് പോട്ട്? ശംഖുവം ബീച്ചിൽ പോ. കഴിവേറി സംഗമുഖം 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 പോവാണ് നമ്മള്. പോവാണ് സംഗമുഖം കാണാൻ പോവാണ്. ഗിയർ മാറണത് കറക്റ്റ് അല്ല, അത് പറഞ്ഞുതരാം. നീ ഇങ്ങനെയൊന്നും വെട്ടിക്കണ്ട. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. അതാണ് എനിക്കൊരു ഒരു നോർമൽ വെട്ടിപ്പൊക്കെ മതി. നീ ഇങ്ങനെ കൂടുതൽ വെട്ടിച്ചു കഴിഞ്ഞാൽ വണ്ടി അപ്പുറത്തോട്ട്. ഓ പോലീസ് ആവുമ്പോ ഇന്ന് ഫ്രണ്ടിൽ തന്നെ. പോവാണ് നമ്മള് പോവാണ്. കണ്ടിട്ട് എന്തോന്ന് നേരെയുള്ള റോഡാണെന്ന് തോന്നണ കണ്ടിട്ട്. സംഗമുഖം ബീച്ച് സംഗമുഖം ബീച്ച്. അങ്ങനെ വെട്ടി 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 വെട്ടി. ഫസ്റ്റ് ഇട് വണ്ടി ഇട്. ഫസ്റ്റ് ഇട്. എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തരണം. ഫസ്റ്റ് ഇടുമ്പോ നീയാണ് ഇപ്പൊ ഡ്രൈവർ. ഉണ്ടായി നീയാണ് ഇപ്പൊ ഡ്രൈവർ. ഫസ്റ്റ് ഇടുമ്പം വണ്ടി അതിന്റെ ഇടയിൽ കൂടി ഉണ്ടാക്കാത്ത ഇങ്ങനെ വിളിച്ചിട്ട് ഇത് ഫസ്റ്റ് ക്ലച്ച് ഇന്ന് മണ്ട അടിച്ചത്. കൈ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ തിരിച്ച് ഒരു തട്ട് ഇങ്ങോട്ട്. സെക്കൻഡ് വീഴുമ്പോ അങ്ങനെ വെച്ചോണ്ട് തന്നെ കൈ ഇങ്ങനെ ഇട്ടാ മതി. അങ്ങനെ പറയട്ട്. എന്നിട്ട് തേർഡ് ഇടണത് ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടി ഫ്രണ്ടിലോട്ട് കൈ ഇങ്ങനെ വെച്ചാൽ മതി. അവിടെ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടി അത്. ഫിഫ്ത്ത് ഇടുമ്പോ ഇങ്ങനെ ന്യൂട്രലാക്കുക, ഇങ്ങനെ ഇടുക. കൈ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ഇടുക അതേ കണക്ക് ഫിഫ്ത്ത് വിടുക. നീ പക്ഷെ ഇടണം അങ്ങനെയില്ല. നീ കൈ ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ കോണിച്ച് ഇങ്ങനെയൊക്കെ ഇടണം. അങ്ങനെ ഇടണ്ട. ഇന്ന് ചിത്ത് പ്രോ ഡ്രൈവർ ആവും. ഇന്ന് തിരിച്ചു പോണ ഫുള്ള് ചിത്തായിരിക്കും ഓട്ടിക്കണം. ആരെയും വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി ഇരുത്തിയിലേക്ക്. പേടിച്ചതിന് എങ്ങനെയാ പഠിക്കണം. ആദ്യം ഒരു പേട്ടിയെ കാണും, പിന്നെ ശീലാവും, പിന്നെ പഠിക്കും. ചെറുക്കനെ കാണിച്ചാളെ മക്കളെ ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ എന്നുള്ള പറയാളെ. ഇവന്റെയൊക്കെ വാ തുറന്ന അപരാധങ്ങളെ വരും. നമ്മൾ പോവാണ് ശംഖുമുഖം കാണാൻ പോവാണ്. ഓ നീ കഴപ്പാടിക്കണ നാറി. അതിനിവിടെ പ്രസക്തി. ചെറുക്കന്റെ കഴപ്പാടിട്ടില്ല കാണണം. ഞാൻ മര്യാദക്ക് വണ്ടി ഓട്ടിക്കാറുള്ളൂ. ഞാൻ ഭയങ്കര മര്യാദക്ക് വണ്ടി ഓട്ടിക്കാറുള്ളൂ. മര്യാദ ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴും ചെറുതായി മര്യാദക്ക് ഞാൻ ഓട്ടിക്കാറ്. ഓ സൺസെറ്റ് ഡ്രൈവിംഗ് ബീച്ച്. What a combination. ബീച്ച് മൊത്തം കാട്ട വെയിൽ. ഓ എന്താ വെയിൽ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? തിരിച്ചു മാളിലോട്ട്. ഇവിടെയല്ലേ മറ്റേ ശീലയുള്ള. ഇത് മറ്റേ എയർഫോഴ്സിന്റെ എന്തോ ഹെലികോപ്റ്റർ. ഇവിടെയാണ് മറ്റേ ശീലയുള്ളത്. അങ്ങോട്ട് ഉണരു നീ എന്റെ ഒരു ചായ കുടിച്ചാലോ? വാ തുറന്ന അപരാധങ്ങളെ. സോറി ഞാൻ വണ്ടി പഠിക്കുകയാണ്.
അതുകൊണ്ടാ വണ്ടി പഠിക്കുമ്പോ ചായ കുടിച്ചുകൂടുന്നല്ല നിയമം ഉണ്ടാ ബ്രോ. ചായ ഇസ് ദ ബേസിക് കണ്ടന്റ് ഓഫ് അവർ ലൈഫ്. പേടില്ലടാ, ഫോർത്ത് ആക്കിയാണ് നീ. ഞാൻ 50ന്ന് ഫോർത്തിലാക്കാനേ പറഞ്ഞില്ല, 3rd ഫോർത്തിലാക്കാൻ. ഞാൻ ഫോർത്തിലാക്കാനേ പറഞ്ഞത്. നിനക്ക് എവിടെ കൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. നിനക്ക് ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഫുട്ബോൾ വേണ്ട, ടിക്കറ്റ് വേണ്ട. നീ എന്നെ പരലോകം കാണിക്കരുത്. കുറച്ചാളും കൂടി ജീവിക്കണമെന്നുണ്ട്. ഹലോ അളിയ എവിടെ? ഞാൻ അവിടെ പണിയുണ്ടാ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നീ കണ്ടില്ലല്ലോ. എന്റെ ഇല്ല, ഇന്നത്തോട് സഭ്യമായ ഭാഷ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഏത് ഇത് ഞാൻ നന്നായടാ ഉണ്ണി. എന്റെ വായിനി ഒരു ചെറ്റ വർത്താനം വരില്ല. കേട്ടാടാ പട്ടി തണ്ടി ചുറ്റേ. ഓ, ഇത് കട്ട് ചെയ്തിലേക്കാണ് നോക്കിയോ? ഇത് കട്ട് ചെയ്യണേ നീ. ഞാൻ കട്ടിയില്ല. ലെഫ്റ്റ് വഴിയും പോവാം. ലെഫ്റ്റ് വഴി പോയാൽ നമ്മൾ വന്ന് ഗേറ്റിന്റെ അവിടെ നിന്ന്. എനിക്കെന്ത് പേടി? എനിക്കൊരു പേടിയില്ല. ഹാൻഡ് ബ്രേക്കിലൊന്ന് കൈ വെക്കാതെ ഓൺ അടിച്ച് കയറി വരണം. പഠിക്കണേ ഉള്ളൂ, പഠിക്കണേ ഉള്ളൂ. നിങ്ങളുടെ ബോർഡ് എഴുതി വെക്കേണ്ടി വരും. എല്ലാം ഒട്ടിച്ചിട്ടുണ്ടോ ഈ വണ്ടിയിൽ? ഓ, സെക്കൻഡ് ആക്കാൻ തോന്നണം. നീ പറിക്കുമെന്ന് കുഴപ്പമില്ലല്ലേ ഗിയർ മാറണ? വലിയ കുഴപ്പമില്ല. പക്ഷെ നീ ടൈമിങ്ങിനല്ല മാറണം. ആ ഒരു നോക്കിയാൽ മതി. വണ്ടി കുറച്ച് അരച്ച് എന്നെ കൊണ്ട് ഇവരൊക്കെ വീഡിയോ കട്ട് ചെയ്യും. ഇവനൊക്കെ എന്നെ കൊണ്ട് വീഡിയോ കട്ടേച്ച് ഒരു പണ്ടാരട വേനി. മനുഷ്യ മനസമാധാനത്തോടെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലോ. ചുറ്റു പോണ ചുറ്റേ ജെറ്റ് പോണിയാ. ഫ്രണ്ടിലെ കാലുണ്ടോ? അതാ പോണ്. ജെറ്റിനെ പിടി. ഓ, ജിത്ത് ഇവിടെ പ്രോ റൈഡർ. വണ്ടി ഈ ജെറ്റ് എവിടെയെങ്കിലും ഇരിക്കും. പയ്യ വളവത്തി സ്ലോയി മെയിൻ റോഡ് പിടിച്ച് നീ അങ്ങ് പോയാ മതി. അവിടത്തെ വളവിലൊരു ചായ കടയുണ്ട്. അവിടെ നിന്ന് ചായ കുടിക്കാൻ. ഇല്ല, വണ്ടി ഓട്ടിക്ക് മാത്രം. നീ അത് കഴിഞ്ഞ് ഓട്ടിച്ചോ ബ്രോ. എന്റെയൊക്കെ ഒരു അടിസ്ഥാനമേ ഒരു ചായയാണ്. ചായ കിട്ടിയ നമ്മൾ സെറ്റാണ്. അപ്പൊ നീ 3 ആക്കിക്കോ, അല്ലെങ്കിൽ 5 ആക്കിക്കോ, അല്ലെങ്കിൽ റിവേഴ്സ് ഇട്. ബാക്കിലോട്ടോട്ട് വണ്ടി. സഹോദര, ഇതൊക്കെ ഒരു പണ്ണല്ലേ. എന്റെ ചേലത്തെ ചെമ്പഴത്തല്ലേ, എന്റെ കാതിലെ കാണാ പാദസ്വരം ഞാനല്ലേ. പറ്റിയില്ലല്ലേ പോട്ട്. എന്റെ വണ്ടി കൊണ്ട് ചിരിച്ചു അവറ്റ് ഒതുക്കി എടുത്തപ്പോ കണ്ടില്ല. വിടറേ, ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നീ എന്നും ഇതിനൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട്. ഗ്ലാസ് എവിടെയാ? ഗ്ലാസ് പോയില്ലല്ലേ. ഗ്ലാസ് പോയെങ്കിൽ പോയി ചോദിക്കായിരുന്നു. ഗ്ലാസ് പോയി ബ്രോ, എങ്ങനെയാണ് ഓട്ടിക്കണേ ജിപേ ഓർ ക്യാഷ്. അപ്പൊ പറയും നീയൊക്കെ വണ്ടി കൊണ്ട് നിർത്തിയത് ശരിയായിട്ട്. കറക്റ്റൊക്കെ തന്നെ ഒതുക്കി തന്നെ നിർത്തിയേക്കണം. ഇതിപോലെ ഒതുക്കി അവിടെ മണ്ടേ കയറും. ഇവിടെ നോ പാർക്കിംഗ് ആണ് കേട്ടാ. അങ്ങോട്ട് നേരത്തെ കുറച്ച് ഒതുക്കമെങ്കിലും ഉണ്ടായിരുന്നു. ഒതുക്കം ഇല്ല, അത് കറക്റ്റ് വീടിന്റെ ഫ്രണ്ട്. ഇത് പിന്നെ സൈഡിലോട്ട് അതിന്റെ കുണ്ടിയും കൊണ്ട് പോകും വണ്ടി. സോറി, അതിന്റെ ചന്തിയും കൊണ്ട് പോകും വണ്ടി. പറ, എക്സ്പീരിയൻസ് പറഞ്ഞില്ല. അളിയാ സൂപ്പർ വണ്ടി അളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കുറച്ച് പ്രശ്നം. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കണക്ക് ഒരു ദിവസം തമ്പാനൂർ എടുത്തോണ്ട് പോവാ, ബ്ലോക്ക് ഇട്ട് ഓട്ടിക്കുക, ക്ലച്ച് സെറ്റ് ആവും, സ്റ്റിയറിംഗ് സെറ്റ് ആവും, എല്ലാം സെറ്റ് ആവും. ശരി ഗൈസ്, അടുത്ത ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് മാളിൽ പോയി വെയിറ്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, ഇത് നോക്കൂ, KSRTCയുടെ പുതിയ സെഡസ്ത്ര മോഡല്. പക്ഷേ ഇത് കിട്ടില്ല വണ്ടി കേട്ടാ. കുറെ MVDയുടെ വണ്ടികളും ഉണ്ട്. അത് നമുക്ക് വേണ്ട. ഇത് കുറെ കാർ, ഇത് അത് MVD സോ ഇതെല്ലാം സെഡസ്ത്ര ബോഡി ചെയ്തേക്കണേ. പ്രകാശ്
മറ്റേ വോൾവ് ഇവിടെ ഇല്ലല്ലേ ഇട്ടേക്കണ? ഇല്ല വോൾവോ ഇവിടെ കൊണ്ടുപോയി. വോൾവ് ഇവിടെ തന്നെ കിടന്നത്. അവന്മാരെടുത്തോണ്ട് പോയിട്ടു. ഇവന്മാർ വണ്ടി കിടന്നാ സ്വിച്ച്. പണ്ടത്തെ വണ്ടി കണ്ണീരൊന്നും വേണ്ട. ഇത് വണ്ടി നല്ല കണ്ടീഷൻ നോക്കിയാണ്ടല്ല. അല്ല, അങ്ങേര് പറഞ്ഞ എന്തായിരുന്നാ, വണ്ടി എന്ത് പ്രശ്നം ഇപ്പൊ 2 ഡ്രൈവറിനെയാണ് നിയമിച്ചേക്കണേ. രണ്ടല്ല, മൊത്തത്തില് 2 ഡ്രൈവർ, 2 കിളി, 2 കണ്ടക്ടർ അങ്ങനെയാണ് നിയമിച്ചേക്കണ. ഈ 2 പേരല്ലാതെ ആ വണ്ടി അന്ന് 2 പേര് ലീവാണെന്നും പറഞ്ഞ ആ വണ്ടി എനിക്ക് അന്ന് ഓടൂല, ഓട്ടിക്കരുത്. വണ്ടി ഇങ്ങനെ സൂക്ഷിച്ച പൊളിയായിരിക്കും. വണ്ടിക്ക് എന്തെങ്കിലും തട്ടലോ മുട്ടലോ കിട്ടി കഴിഞ്ഞിട്ട് മറ്റൊരാളെ തലയെ കൊണ്ടിടുമ്പോ അയാളും അല്ല ഇങ്ങനെ അങ്ങനെ ഇപ്പൊ കൊറേ കേൾക്കണം. വണ്ടിയും ഇതേപോലെ സൂക്ഷിച്ച വലിയ സ്റ്റിക്കറും മറ്റേ പരസ്യമൊന്നും വാങ്ങിച്ച് ഒട്ടിക്കാതെ ഇതേ കണക്ക് കൊണ്ട് നടന്ന പക്ഷെ അല്ല, അങ്ങനെയല്ലടാ, ഒരു പണി ചെയ്യണം വണ്ടി, അത്രേ ഉള്ളൂ. വണ്ടി പണി ചെയ്ത് കൊണ്ടുവരുന്ന കുഴപ്പമില്ല. എന്ത് വേണോ കാണിച്ചു. എത്ര കോടി രൂപ മുതലായിരിക്കും ഇതെല്ലാം കൂടിയൊക്കെ? നല്ല രീതി പൈസ ഇറക്കിയിട്ടുണ്ട്. എന്റെ പൈസ ഉണ്ട് ഇതിനകത്ത്, സത്യം. നിന്റെ പൈസ ഉണ്ട്. പരസ്യം കണ്ടില്ല? ഞാൻ പറഞ്ഞ പരസ്യം കണ്ടടാ. എന്റെ വണ്ടി നടക്കണം, കണ്ടേ? നല്ല വണ്ടി. ഇത് 2, 4, ഇതെല്ലാം എന്റെ വണ്ടിയാ. MBD നേരത്തെ തുറന്നാ. ആണ്ടിലാവണിയിലാണ് വെളിയിറങ്ങി ഒരു സാധനമെങ്കിലും വാങ്ങിക്കണേ. ഇത് എന്റെ പൈസ ഉണ്ട്. ഇവന്റെ പൈസ ഉണ്ട്. ആശുപത്രി കൊടുക്കണ പൈസ എന്തായാലും ഇതിൽ എന്തായാലും. ആ ഫ്രണ്ടിൽ ടയർ ഉണ്ട്. 4 ടയറിലെ വണ്ടി ഓടൂലല്ലോ. എക്സ്ട്രാ എന്താ പറന്നൊന്നും പോകില്ലല്ലോ. കാര്യമില്ല. പക്ഷെ എന്റെ പൊന്നാടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. നിന്റെ പൈസ എന്ന് പറയാ, നിനക്ക് അതിന് എവിടെ നിന്ന് വരുമാനം? എടാ, എന്റെ പൈസ ഉണ്ട്. ഞാൻ പണിയെടുത്തിട്ടേ ഇത് കുടിക്കല്ലേ. നീ എവിടെ ഒരു പണിക്ക് പോണ്? വീട്ടിൽ പറഞ്ഞ ആഴ്ച കൊടുക്കും. പക്ഷെ എടാ നോക്കങ്ങോട്ട് എന്ത് അഴകട അവനെ കാണാൻ. അയ്യവാ, പക്ഷെ അതിനെ കാണാൻ എന്തൊരഴക്. ഇനി കണ്ണീരൊന്നും. എനിക്ക് ആ 2 വണ്ടി തരാൻ പറയടാ, ഞാൻ കൊണ്ട് ഓടിച്ചോണ്ട് നടക്കണം. ഇവിടെ അവന് അരി വാങ്ങിക്കാൻ പൈസ ഇല്ല, അവനാണ് ആ വണ്ടി എടുത്തിട്ട് ഓട്ടിക്കാൻ പോണത്. ഞാനാണെങ്കിൽ കഴിവെങ്കിലും ഇടൂ സാധനം. വെറുതെ കഴുകിയിട്ടിട്ട് ചെയ്യാൻ പോണ. ഞാനാണെ കഴിവെങ്കിലും ഇട്ടനെ പോടാ. ഞാൻ അങ്ങനെ കഴിവെങ്കിലും ഇട്ടനെ. എന്തൊരു പറ്റിയിട്ടേ വണ്ടിയൊക്കെ അങ്ങനെ ഇതാണ് നഗരക്കാഴ്ച കാണാൻ പറ്റിയ ബസ്. 100 രൂപയാണ് ടിക്കറ്റ്. ട്രിവാൻഡ്രം ഫുള്ള് കാണാം. ട്രിവാൻഡ്രം മെയിൻ സ്പോട്ടുകൾ ഫുള്ള് കാണാം. പത്മനാഭ സ്വാമി ക്ഷേത്രം, പിന്നെ മറ്റേ ഇവിടെ ശംഖുമുഖം ബീച്ച്, വിമാനത്താവളം, ലുലു മാള് കറങ്ങി എല്ലാ മെയിൻ സ്പോട്ടുകളും കാണിച്ചു തരും. മറ്റേ ടെക്നോ പാർക്ക് അങ്ങനെയൊക്കെ അല്ലേ പോണം? ടെക്നോ പാർക്ക് വരൂല്ലേ? എന്തോ അറിഞ്ഞൂടാ, അങ്ങോട്ടൊക്കെ ഉണ്ടാകും ഫുൾ. ബാക്കി ട്രിവാൻഡ്രത്തെ മെയിൻ കാര്യങ്ങളെല്ലാം ട്രിവാൻഡ്രത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെയുള്ള മെയിൻ കാര്യങ്ങളെല്ലാം കാണിച്ചാണ് പോണത്. തിരുവനന്തപുരം നഗര കാഴ്ച. ഇല്ല, പ്രൈവറ്റുകാരെ കഞ്ഞുകൂടി മുട്ടിപ്പോയി. ഇതേ കണക്ക് അവർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സത്യം ഇതെങ്ങനെ സൂക്ഷിക്കണം. അങ്ങനെ ഭയങ്കര തെറ്റല്ല, അവരെ തെറ്റല്ല. എല്ലാരും പറഞ്ഞത് അവരാണ് കൊണ്ട് ചിടിച്ചത്, ആനയുടെ തേങ്ങയെന്ന്. സത്യം പറഞ്ഞാൽ കൊണ്ട് ചിടിച്ചാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശിലെ ആൾക്കാരെ ഈ ഓർഡർ കൊടുക്കാൻ വരൂല്ലേ, ആ സമയത്താണ് ഇടിച്ചത്. അപ്പൊ എന്തായാലും കേസടിച്ച ഭാഗത്തോ ഡ്രൈവർമാരുടെ ഭാഗത്തോ യാതൊരു തെറ്റുമില്ല. അവരെ ഭാഗത്താണ് തെറ്റെന്ന് പറയണത്. അവരെ കൊണ്ട് ചിടിച്ചത്, അവർ ഓർഡർ കൊടുക്കാൻ സമയത്ത് ഇടിച്ച്. എല്ലാവരും കൂടെ ഇങ്ങനെ ഇവരായിട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം അവസാനം എന്തരായി? ഇടിച്ചാ ഒരു വണ്ടി ഫ്രണ്ടും ബാക്കും കൊണ്ട് ചിരിച്ചു. ചവിട്ടിയപ്പോ ഇതിന്റെ ഫ്രണ്ടിലും ഇടിച്ച് ബാക്കിലും ഇടിച്ചെന്ന് പറഞ്ഞു. അവസാനം എന്തരായി? അവസാനം എന്തരാവാൻ ഗണേഷ് സാർ പറഞ്ഞ് ഇങ്ങനെ ഇത് അവര് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ബോഡി ആയിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും ചെയ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അക്ഷയകലേന്റെ ചെയ്സ് എല്ലാവരും നല്ല രീതിയിൽ ഇടിച്ചോ? ഫ്രണ്ടും പോയി ബാക്കും വീഡിയോ കാണിച്ചിടക്ക്. അതായത് ഇടിച്ച് പപ്പടം കണക്കാക്കി അത് ഇല്ല ചെയ്യാന്നതേ ഉള്ളൂ. ചെറിയ ചളുക്ക അങ്ങനെ ഫ്രണ്ടിന്റെ ഇത്തിരി ഇങ്ങനെ ആയിപ്പോ. അതെങ്ങനെയാടാ KSRTCയിലെ ആൾക്കാരെ ഇതില് പറഞ്ഞ? കാരണം അവന്മാർ ഓർഡർ കൊടുക്കും. ഇത് വണ്ടി ഇവന്മാര് ഇടിച്ച് ഇവിടെ കൊണ്ട് ഇടിച്ച് വെച്ചേക്കണേ. പുതിയ വണ്ടി ഇറക്കിയല്ലേ ഉള്ളൂ. അപ്പം വിചാരിച്ചിട്ടുണ്ടാവും ലോങ് ഓർഡർ വണ്ടികളല്ലേ, ഇറക്കിയ വണ്ടി ആയിരിക്കും കൊണ്ട് ഇടിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റൂല, ആൾക്കാരെ പറയാൻ പറ്റൂല. ആൾക്കാര് കാണും വിചാരിക്കും ഈ വണ്ടി വരണുണ്ടോ വിചാരിച്ചു ഇപ്പോഴേ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് മെയിൻ ആയിട്ട് അല്ലല്ല. ഇപ്പൊ ആ പറഞ്ഞ ആൾക്കാർ എന്തായാലും നോർമലി വിചാരിക്കണോ എവിടെ ട്രിപ്പ് പോയിട്ട് വന്നപ്പോ വണ്ടി ഇടിച്ചിട്ട് കൊണ്ടുവരണേന്ന് വിചാരിച്ചു ഡെലിവറിക്ക് കൊണ്ടുവരണ വണ്ടിയാണെന്ന് വിചാരിച്ചാണൂല്ലേ? അത് മാത്രമല്ല, ഇവരെ ഭാഗത്ത് തെറ്റ് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗണേശ് സാറിനെ പറഞ്ഞത്, പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് 2 ഡ്രൈവർമാരാണ് സാധാരണ വെക്കുന്നത്. മൂന്നാമത് ഒരാളെ വണ്ടി എടുക്കാൻ പാടില്ല. ഓടും ഇതുകൊണ്ട് ചിടിക്കും. അല്ലെ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ആ ബസ് അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ പൈസ അല്ല. അത് തന്നെ പിറ്റെന്ന് വരുമ്പോ പറയും അത് നമുക്ക് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ പറയും. വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി അതേപോലെ ഇരിക്കും. തട്ടലും മുട്ടലൊക്കെ ചെറിയ ഒരച്ചിലൊക്കെ വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് ശരിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്നാൽ അത്ര അടിപൊളിയായിട്ട് വണ്ടി ഓടും. അടുത്ത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ മറ്റേ കാട് കയറിയാണ് പോണത്. അല്ല എഫക്റ്റീവാടാ.
എന്തോ രസമാണ്. നമ്മളിങ്ങനെ വണ്ടിയിൽ ഈ കഴുകിയ തുണി തന്നെ എടുത്തിട്ട് തേച്ച് അത് അങ്ങനെ കഴുകാൻ പഠിക്കണം. അല്ലാണ്ട് ടയർ ഉരയ്ക്കണം. ഈ ചെളി പിടിച്ച ടയറും എല്ലാം ഉരച്ചിട്ട് ഇതിന്റെ അടിയിലുള്ള മണ്ണും മാരി തേച്ചിട്ട് എടുത്തല്ലേ ഇതിൽ തേക്കാനുള്ള. ഇതിന് വേണ്ടി ബോഡിക്ക് വേണ്ടി ഒരു തുണി, ടയറിന് വേണ്ടി ഒരു തുണി, അങ്ങനെ കഴുകണം. അത് വെക്കൂ. അങ്ങനെ കഴുകിയാ വണ്ടി സ്ക്രാച്ച് വീഴൂല. അതാണ് ഞാൻ പറഞ്ഞതാ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ കഴുകണം എങ്ങനെയാണ്? നീ അല്ലേ കാട് കയറി പോയനാനാ? നമ്മള് കഴുകണം എങ്ങനെയാണ്? ഇപ്പൊ ഈ വണ്ടി നീ ഇപ്പൊ കൊണ്ടുപോയി കഴുകണമെന്ന് വെച്ചോ. നോർമലി എങ്ങനെയായിരിക്കും കഴുകണം? കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ട് മറ്റേ സോപ്പ് കലക്കി അങ്ങ് തേച്ചു തുടങ്ങും. അങ്ങനെയല്ല കഴുകുക. ആദ്യം വെള്ളം ഒഴിക്കണം. പ്രഷർ വാഷർ യൂസ് ചെയ്യും. പ്രഷർ വാഷ് പ്രഷർ വാഷർ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പൈപ്പ് ഓസ് എടുക്കും. ഇങ്ങനെ കൈ ഇടയ്ക്കേറ്റും എന്നിട്ട് കുറച്ചു നേരം പത ഉള്ള വെള്ളം ഒഴിച്ച് അത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് അതിന്റെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ മറ്റേ തലേ തേക്കണ ആൽഫ ഒരു സംഭവം അതിന് പകരം പത ഒഴിച്ച് കുറച്ചു നേരം വണ്ടിയെ നിർത്തി അഴുക്കൊക്കെ ഇറങ്ങും. എന്നിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ട് വേണം എന്നിട്ട് വേണം അതില് വെള്ളം ഒന്നും കൂടി കഴിയിട്ട് വേണം സോപ്പിട്ട് ഒന്നുകൂടി ചെയ്യണത്. ഒരു വണ്ടി കഴുകി വെച്ച് വേറെ തവലിട്ട് ആ വണ്ടി ഒരു വണ്ടി കഴുകിപ്പോയി അതേ തവലിട്ട് വേറെ വണ്ടി കഴിവരുന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു എക്സ്പെൻസ് എടുക്കണം. നിന്റെ ആരെങ്കിലും ആയിരിക്കും പോയി പറഞ്ഞിട്ട് നമുക്ക് പറയേണ്ടത് അടിയിട്ട് നീ ചെന്ന് പറയും മാമ ഇങ്ങനെ കഴിവില്ലേ, നീ ഒന്ന് ഉണ്ടാക്കണം. ഒരു വണ്ടി പ്രാന്തരം നിലയിൽ ഈ വണ്ടി നിനക്ക് കഴുവാൻ കിട്ടി, നീ വരെ പോകും. വണ്ടി കഴിവും, ഞാൻ പോകും. എന്നിട്ട് എന്റെ കാര്യം കളഞ്ഞിട്ട് ഞാൻ ഡെയിലി ഒന്ന് കഴിവേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, ദിവസം വരില്ല, എന്നാലും കഴിവും, പറഞ്ഞ കഴിവും. ശമ്പളത്തിനാണെങ്കിൽ ഞാൻ എന്തായാലും കഴിവും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശമ്പളം കൂടി ഉണ്ടെങ്കിൽ ഐ എം ഡബിൾ ഹാപ്പി. ശമ്പളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വരും. ഡെയിലി വരണേ, 2 ദിവസം വരാം. ഉഡായ്പിന്റെ വഴികൾ തീരുന്നില്ല. ഉഡാപ്ലിക്കേഷൻ ഓഫ് ഇതിന്റെ കാര്യത്തിൽ ഞാൻ വരും. ഡെയിലി വരും. ഡെയിലി വരുന്ന വെച്ചാൽ പൈസ ഞാൻ പോകും. കണ്ട, അതല്ലേ ഞാനും പറഞ്ഞ മര്യാദയ്ക്ക് ആദ്യമേ. അതാ അത്രയും പൈസ തരണ്ട. അത് ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ പറഞ്ഞ സംഗതിയാണെങ്കിൽ സെറ്റപ്പ് അല്ല. ഞാൻ നീ പക്ഷെ നിന്റെ വല്ല ഓരോവും ചതവൊക്കെ എന്റെ കയ്യിലൊന്നും വരില്ല. എന്റെ ബൈക്ക് കണ്ടിട്ട് എന്നെ കയറ്റിയാൽ മതി. അല്ല അതല്ല ഞാൻ പറഞ്ഞത്. എടാ ഞാൻ പറഞ്ഞ സംഗതി നീ എന്ത് ചെയ്യണം? പോസിബിലിറ്റി എങ്ങനെ അടിപൊളിയല്ലേ? ആ സാധനത്തിൽ ഇപ്പൊ അടിപൊളിയാ. പക്ഷെ അതിന് വേണ്ടിട്ട് എല്ലായിടത്തും അതിനടുത്ത് ഫണ്ട് ഇറക്കണ്ടേ? പക്ഷേ നീ കൊറേ എണ്ണ ഇതിൽ കഴിട്ട് വരാൻ പറ്റും. അത് വേറൊരു സത്യം. അത് നമുക്ക് ഇവിടെ അതൊന്നും ഇതൊന്നും എടുത്തിട്ട് നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഇതിപ്പം തീരുല്ല ഗൈസ്. ഒരു 5 മണിക്കൂർ ഇവ എന്തെങ്കിലും പറയാൻ തുടങ്ങിയ കാട് കേറി വണ്ടിയുടെ നട്ടും ബോൾട്ട് ഊരണവനെ വരെ പറഞ്ഞു. വണ്ടിയിൽ എല്ലാം കാണും. വണ്ടിയുടെ സൈലൻസർ ഒക്കെ ഉണ്ട്, നല്ല സൈലൻസർ. പോയി കണ്ടിട്ട് എനിക്ക് അകത്ത് എന്നെ അകത്ത് കയറിയിട്ട്. ഗൈസ് ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ ടാറ്റ. ഈ പേങ്ങനെ നോക്കി ഇന്നാ എന്നൊന്നും തീരൂല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നു. ഞാൻ ഇപ്പൊ കേറുന്നു, പോലീസിന്റെ കയ്യിലാകുന്നു, പത്രത്തിൽ വാർത്ത വരുന്നു. കശ്മലനായ ചെറുക്കൻ വണ്ടിയെ നശിപ്പിക്കാൻ കയറി. വണ്ടിയെ പോലും വെറുതെ വിടൂല. ചെറുക്കന്മാരൊന്നും പറയാ. ഇനിയിപ്പം എന്ത് ചെയ്യും? ഇനിയിപ്പം നേരെ മാമി ഇറങ്ങും. മാമിയെ ഈ പയലിനെ കൊണ്ട് വലിയ ശല്യമാണല്ലേ. മാമി വിളിച്ചോണ്ട് വന്ന് വീട്ടിയാക്കണം. എന്നിട്ട് നന്ദുവിനെ കൊണ്ട് ചെലവല്ലേ? നന്ദുവിനെ കൊണ്ട് ചെലവ് നടത്തി. നമുക്ക് അപ്പോഴും വല്ല വീഡിയോ ഉണ്ടെങ്കിൽ എടുത്തു ഉണ്ടാ. അവൻ ഇത് ദാമോദരൻ, അത് ദാമു. പോടാ ഇതൊന്നും വേണ്ട, നമുക്ക് റോക്കി എന്നിടാം. അത് ശശിന്നിടെങ്കി പോടാ. അധീര അപ്പൊ ശശി എന്നിടാളിയ. കൊണ്ട മാമന്മാരെയൊക്കെ പിടിച്ച് ഉമ്മം കൊടുക്കണം. ഊതി കളിക്കാനല്ല തെണ്ടി പറഞ്ഞ ഡയലോഗ് പറ. ഇപ്പൊ കുറച്ചു നേരത്തെ അടിച്ച ഡയലോഗ് പറ. മാർക്കോര മുന്നിൽ വീഴുന്ന ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവരി വേർഡ് കൗണ്ട്സ്. ഈച്ച് ആൻഡ് എവരി വേർഡ് കൗണ്ട്സ്. കൗണ്ട്സ് എന്നാ പറഞ്ഞത്.